ലോകത്തിലെ ഏറ്റവും വലിയ തടാകമായ കസ്പിയൻ കടലിൽ ഇപ്പോൾ നടക്കുന്നത് അസാധാരണമായ ചില നീക്കങ്ങളാണ്. ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഓഫാക്കി ആരുമറിയാതെ കപ്പലുകൾ സഞ്ചരിക്കുന്നു. ലക്ഷ്യം ഒന്നു മാത്രം: റഷ്യൻ നിർമ്മിത അത്യാധുനിക ആയുധങ്ങൾ ഇറാന്റെ കൈകളിലെത്തിക്കുക. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കണ്ണുവെട്ടിച്ച് പുടിൻ നടത്തുന്ന ഈ ആയുധക്കടത്ത് പശ്ചിമേഷ്യൻ യുദ്ധത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത്? നമുക്ക് നോക്കാം. ഇറാൻ അമേരിക്ക യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിയിരുന്നു. ഇത് ആഗോള എണ്ണ വിതരണത്തെ ബാധിക്കുകയും വലിയൊരു പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്തു. എന്നാൽ സൈനികമായി നോക്കുമ്പോൾ ഇറാൻ പയറ്റുന്ന ഏറ്റവും വലിയ തന്ത്രം കസ്പിയൻ കടലിനെ ആയുധങ്ങൾ എത്തിക്കുന്ന ഒരു സപ്ലൈ ലൈനാക്കി മാറ്റിയതാണ് എന്നതാണ്. കസ്പിയൻ കടലിനെ ചുറ്റിപ്പറ്റി 5 രാജ്യങ്ങളാണുള്ളത്: റഷ്യ, ഇറാൻ, അസർബൈജാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ. പുറം ലോകത്തിന് വലിയ ബന്ധമില്ലാത്ത ഈ 5 രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്ന നീക്കങ്ങൾ കണ്ടെത്തുക എന്നത് അമേരിക്കൻ ചാരസംഘടനകൾക്ക് പോലും വലിയ വെല്ലുവിളിയാണ്. യുക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ റഷ്യയ്ക്ക് വലിയ തോതിൽ ആയുധങ്ങളും ഡ്രോണുകളും നൽകിയത് ഇറാനായിരുന്നു. ഷഹീദ് 136 പോലുള്ള ആത്മഹത്യാ ഡ്രോണുകൾ യുക്രൈനിൽ വലിയ നാശമുണ്ടാക്കി. ഇപ്പോൾ അതിന്റെ കടം വീട്ടാൻ റഷ്യ തീരുമാനിച്ചതുപോലെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഉപയോഗിച്ച അതേ അത്യാധുനിക ആയുധങ്ങൾ ഇപ്പോൾ റഷ്യയിൽ നിന്ന് കസ്പിയൻ കടൽ വഴി ഇറാനിലേക്ക് എത്തുകയാണ്. 2023 മുതൽ ഈ ആയുധക്കടത്ത് വളരെ സജീവമാണ്. ഇതിനുവേണ്ടി റഷ്യയുടെ അസ്ത്രാഖാൻ, ഇറാനിലെ അൻസാലി തുടങ്ങിയ തുറമുഖങ്ങളെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി റഷ്യയും ഇറാനും തമ്മിൽ വലിയ തോതിലുള്ള ആയുധ കരാറുകൾ നടന്നിട്ടുണ്ട്. S-300 ഡിഫൻസ് സിസ്റ്റം മുതൽ ജെറാൻ 2 ഡ്രോണുകൾ വരെ ഈ വഴിയിലൂടെ ഇറാനിലെത്തുന്നുണ്ട്. പണ്ട് സാധാരണ കപ്പലുകളിൽ ആയുധങ്ങൾ കൊണ്ടുപോകുമ്പോൾ ട്രാക്കിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആരും അറിയാതിരിക്കാൻ അവരെല്ലാം ട്രാക്കിംഗ് സിസ്റ്റം ഓഫ് ചെയ്താണ് കപ്പലുകൾ കൊണ്ടുപോകുന്നത്. ആകാശത്ത് നിന്ന് നിരീക്ഷിക്കുന്ന സാറ്റലൈറ്റുകൾക്ക് പോലും ഇതൊരു വലിയ കടങ്കഥയായി മാറിയിരിക്കുന്നു. ഈ ആയുധങ്ങൾ എത്തിയതോടെയാണ് ഇറാൻ സൈന്യം അമേരിക്കയുടെ F-15, F-35 തുടങ്ങിയ യുദ്ധവിമാനങ്ങളെ പോലും വെല്ലുവിളിക്കാൻ തുടങ്ങിയത്. അമേരിക്കൻ എംബസിക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണങ്ങൾ, ഇസ്രയേൽ ലക്ഷ്യങ്ങൾക്കെതിരെയുള്ള കൃത്യമായ മിസൈൽ ആക്രമണങ്ങൾ, ഇതെല്ലാം റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം അതിശക്തമായി തുടരുന്നതിനും അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ഭീഷണിപ്പെടുത്താനും ഈ ആയുധങ്ങൾ ഇറാനെ സഹായിക്കുന്നു. റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ അദൃശ്യമായ സഖ്യം പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ പാലങ്ങൾ തകർക്കുന്നതും CIA താവളങ്ങൾ ആക്രമിക്കുന്നതും വരെ ഇറാൻ ധൈര്യപ്പെടുന്നത് ഈ റഷ്യൻ കരുത്തുകൊണ്ടാണ്. വരും ദിവസങ്ങളിൽ അമേരിക്ക ഇതിന് എന്ത് മറുപടി നൽകും എന്നത് നിർണായകമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ഡിഫൻസ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.